ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയതിന് പിന്നാലെ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ചുരം 6-ാം വളവിലാണ് ബസ് കുടുങ്ങിയത്. ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ബസ് മാറ്റാനുള്ള ക്രെയിൻ ഇങ്ങോട്ട് എത്തിക്കാനാകുന്നില്ല. സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. 6-ാം വളവിലാണ് വാഹനം കുടുങ്ങിയിരിക്കുന്നത്. ഒരു ടൂറിസ്റ്റ് ബസ്സാണ് കുടുങ്ങിയിരിക്കുന്നത്. അതേ തുടർന്ന് അനുഭവപ്പെട്ട ഗതാഗതക്കുരുക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, 1-2 വളവുകളാണ്. ആ വളവുകളിൽ മണിക്കൂറുകളായിക്കൊണ്ട് ഇതേ കാഴ്ച തന്നെയാണ് ഉള്ളത്. അതിൻ്റെ താഴ്ഭാഗത്ത് അങ്ങ് അടിവാരം താഴ്ഭാഗം വരെയും ഈ വിധത്തിൽ വാഹനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. മുകളിലേക്ക് ഇങ്ങോട്ട് 9-ാം വളവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിനിടയിലുള്ള ചില ഭാഗങ്ങളിൽ നിന്ന് ഒരു വശത്തേക്ക് മാത്രം വാഹനങ്ങൾ കടത്തിവിടാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. ഉദ്യോഗാർത്ഥികളുണ്ട്, പരീക്ഷാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ അവരുടെ തൊഴിലാവശ്യാർത്ഥവും ഒക്കെ ആയിക്കൊണ്ട് വരുന്നവരുണ്ട്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുമുണ്ട്. അവരെല്ലാം തന്നെ വാഹനത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. ഒരു വെള്ളമോ അതുപോലെ ഭക്ഷണമോ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടുപോകുന്ന, വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും കൈക്കുഞ്ഞുങ്ങളുമായൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. അതുപോലെ ബസ്സിലൊക്കെ അകപ്പെട്ടു പോയിരിക്കുന്നു. KSRTC ബസ്സുകൾ, അതുപോലെ മറ്റ് ലോറികളും അങ്ങനെ മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം കിലോമീറ്ററുകളായിട്ട് ഈ ഒരു കാഴ്ച തന്നെയാണുള്ളത്. എങ്ങോട്ട് പോവുകയാണ്? ഞങ്ങൾ കോഴിക്കോട്. എവിടുന്നാണ് വരുന്നത്? വയനാട്, കൽപ്പറ്റ. ഇപ്പോൾ മണിക്കൂറുകളായിട്ട് ഇങ്ങനെ കിടക്കുക. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിക്ക് ബ്ലോക്ക് പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യമായിട്ട് 6 മണിക്കൂറിൻ്റെ അടുത്ത് മറ്റൊരു ആംബുലൻസ് പോയിട്ടുണ്ട്. അവിടെ മുന്നിൽ രോഗികളായിട്ടുള്ള ഒരു ആംബുലൻസ് വരെ കുടുങ്ങി കിടക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഭക്ഷണവും വെള്ളവും ഞങ്ങൾ അടിവാരത്തിട്ട് കഴിക്കാന്നുള്ളൊരു രീതിയിൽ പോയതായിരുന്നു. അപ്പോഴാണ് ഈ ബ്ലോക്ക് പെട്ടത്. ഫുഡ് വെച്ചില്ല ആരും. ഇതാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. മണിക്കൂറുകളായിക്കൊണ്ട് ഇങ്ങനെ വലിയ ഒരു പ്രയാസത്തിൽ കഴിയുകയാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ ആയി യാത്ര ചെയ്യുന്നവരൊക്കെ വലിയ പ്രയാസത്തിലാണ്. അല്പസമയം മുമ്പ് ക്രെയിന് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മെക്കാനിക്കും എത്തിയിട്ടുണ്ട്. ആ വാഹനം, അതായത് കേടായ ആ ടൂറിസ്റ്റ് ബസ് അവിടെ നിന്ന് മാറ്റാനുള്ള, അത് ശരിയാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. നമുക്കിപ്പോൾ 9-ാം വളവിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ ആ കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ ആ വളവിൻ്റെ മുകൾ ഭാഗം, അതിന് ആ അപ്പുറം വശം ഉൾപ്പെടെ ഇങ്ങനെ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. വൈകാതെ തന്നെ ഈ കേടായ ബസ് ശരിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. വലിയ ഒരു ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്ന സമീർ, ആ ബസ്സിൻ്റെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് മാറ്റാൻ പറ്റിയിട്ടില്ല. ഇനി എടുത്ത് മാറ്റാൻ പറ്റിയാൽ മാത്രമേ അവിടുന്ന് ആ ഗതാഗത കുരുക്ക് ഒഴിവാവുകയുള്ളൂ. അപ്പോൾ ക്രെയിൻ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അതിനെ എടുത്ത് മാറ്റാൻ പറ്റും. ഈ വണ്ടി എടുത്ത് മാറ്റാനുള്ള പരുവത്തിലായിട്ടുണ്ട് വണ്ടി. അത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് ഇനി ആലോചനയിലുള്ളൂ.